നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? 2 പൈലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പൈൽ 1, ഇത് പൈൽ 2 കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തോളൂ. ഓക്കെ, പൈൽ 1 ആർക്ക് കുറച്ച് കാർഡ്സ് എടുക്കോളെ. ഇത് സ്റ്റാർ, 10 ഓഫ് സ്വാർഡ്സ്, 4 ഓഫ് പെൻ, 7 ഓഫ് വാൻഡ്സ്, 2 ഓഫ് കപ്സ്. ഓക്കെ, റീയൂണിയന് വേണ്ടി അവർ ഓടി വരും. പൈൽ 1 ആർക്ക് പറയുന്നത് അവർ വളരെയധികം വേദന ഫീൽ ചെയ്യും. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്കതൊന്നും സഹിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു താരമാണ്, ഒരു സ്റ്റാറാണ്, ഒരു സ്റ്റാർ പ്രസൻസാണ്. അപ്പം നിങ്ങളെ ഓടി വന്നവർ ചേർത്ത് പിടിച്ച് നിങ്ങളെ പോകാൻ അനുവദിക്കില്ല എന്ന് തന്നെ പറയും. നിങ്ങൾക്കൊരു റീയൂണിയൻ, ഒരു സ്നേഹപ്രകടനം എല്ലാമായിരിക്കും അവരുടെ സൈഡിൽ നിന്നും കിട്ടുക. അങ്ങനെ എന്നെ വിട്ടുപോകുമോ, ഞാൻ എത്ര പൊസസീവാണ് നിങ്ങളുടെ കാര്യത്തിൽ എന്ന് അറിയില്ലേ, ഒരിക്കലും വിട്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ പറയും. ഇത് പൈൽ 1 കേട്ടോ. ഇനി പൈൽ 2 4 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് കപ്സ്, ഫൂൾ, സ്ട്രെങ്ത്. ഒരു കാർഡ് കൂടെ എടുക്കാം, എംപ്രസ്. അവർ നിങ്ങളുടെ അടുത്ത് അവരുടെ സുഹൃത്തുക്കളെ കൊണ്ട് സംസാരിപ്പിക്കും. ഓക്കെ, നേരിട്ടായിരിക്കില്ല വരുന്നത്. അവർക്ക് ഉടനെ ഒരു വേദനയൊക്കെ തോന്നും. നിങ്ങളെ പോകാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ അവർ ചിന്തിക്കും. പക്ഷെ ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്നല്ല വരുന്നത്. അവർ നേരിട്ട് വന്നല്ല നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക. അവരുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾ അവരുടെ ലൈഫിൽ എംപ്രസ്സാണ്, അറിയില്ലേ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സൊക്കെ ഓർമ്മയില്ലേ, എത്ര നല്ലതായിരുന്നു, അവർ നിങ്ങളെ പ്രതി എത്ര പ്രൊട്ടക്റ്റീവാണ്, പൊസസീവാണെന്ന് നിങ്ങൾക്കറിയില്ലേ, നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, നിങ്ങൾ പോകരുത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ക്ഷമയോടെ നമുക്ക് പരിഹരിച്ചെടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ സുഹൃത്തുക്കളായിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുക അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ഷൻ.